ലോകവ്യാപകമായിട്ട് ഡീപ് സീ മൈനിങ് എന്നുള്ള ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് അതിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ നെഗറ്റീവായിരിക്കും. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാടായിരുന്നു കേരളം. അത് മാറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു നാടായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. ജെല്ലി ഫിഷിനെ പിടിച്ച് തിന്നുന്ന ടർട്ടിൽസ്, ഷാർക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജെല്ലി ഫിഷിൻ്റെ ഒരു ബ്ലൂമിങ് നടക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ എമിഷൻ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ 2600 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തിയതിൽ 400 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡും എമിറ്റ് ചെയ്തിരിക്കുന്നത് USA, അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ കൺട്രിയാണ്. അത് ഏകദേശം ഗ്ലോബൽ എമിഷൻ്റെ ഒരു 25% വരും. പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ആയിരിക്കും ബാധിക്കപ്പെടുക. പ്രകൃതിക്ക് നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമൊന്നുമല്ല. ഏറ്റവും അധികം സുലഭമായിക്കൊണ്ടിരുന്ന മത്തി ഇപ്പോൾ നമുക്ക് വളരെ കിട്ടാതായിരിക്കുന്നു. നമസ്കാരം. കാലാവസ്ഥയും അതിജീവനവും എന്ന ഈ പാനൽ ചർച്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് എന്നോടൊപ്പം 2 പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരാണുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഹാത്തയും ഡോക്ടർ അഭിലാഷും. രണ്ടുപേരും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരാണ്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകൾക്ക് ദിശ നൽകിയ പ്രകൃതിയും മനുഷ്യനും ഒത്തൊരുമിച്ച് പോകേണ്ടവരാണ് എന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മോട് ഈ അടുത്ത ദിവസം വിടവാങ്ങിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ആകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സഹപാനലിസ്റ്റുകളും അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കും. പ്രൊഫസർ ഗാഡ്ഗിൽ നമ്മെ പഠിപ്പിച്ചത് ഇതായിരുന്നു: പ്രകൃതിയെ കീഴടക്കാനുള്ള വസ്തുവല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് പ്രകൃതി. വികസനം പ്രകൃതിയോട് യുദ്ധം ചെയ്യുന്നതല്ല, മറിച്ച് പ്രകൃതിയോടൊപ്പം ചേർന്ന് നടക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മോട് നിരന്തരം ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഗാഡ്ഗിൽ അദ്ദേഹം വിട പറഞ്ഞ സമയത്ത് പോലും മറാത്ത സമൂഹം ഉൾപ്പെട്ട ഒരു സമൂഹം അദ്ദേഹത്തെ തീർത്തും ആദരണീയമായ ഒരു വിടവാങ്ങലാണോ നൽകിയത് എന്നുള്ളത് പോലും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലാവസ്ഥയും അതിജീവനവും എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇനിയും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ട ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഗാഡ്ഗിലിൻ്റെ മരണവും അദ്ദേഹത്തോട് മറാത്ത സമൂഹം അടക്കമുള്ളവർ കാണിച്ച ഒരു അനാദരവെന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇന്നത്തെ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഹാത്ത സാറിനോടാണ്. നമുക്കറിയാം, സാറിനെ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ത്യയുടെ ഒട്ടനവധി ആർട്ടിക്, അന്റാർട്ടിക്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെഡീഷനുകളിൽ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ മുഹമ്മദ് ഹാത്ത. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യമായി തന്നെ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഗോള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുമ്പോൾ അത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലോട്ട് താമസിക്കുന്ന ലോവർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക് വരുന്ന ജനസമൂഹത്തെ എന്തെല്ലാം തരത്തിലാണ് അത് സമീപ ഭാവിയിൽ ബാധിക്കാനായിട്ട് പോകുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? താങ്ക് യു അനു. ആദ്യമായിട്ട് ഞാൻ ഈ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിന് ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചതിലും അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയിൽ ഭാഗമാകാൻ ഉള്ള ഇൻവിറ്റേഷൻ ലഭിച്ചതിലും ഐ ആം താങ്ക്ഫുൾ ടു ദി ഓർഗനൈസേഴ്സ്. ഞാനും മാധവ് ഗാഡ്ഗിലിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹം ബേസിക്കലി നമ്മളെല്ലാവരും പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. പ്രകൃതിയുടെ ഭാഗമായിട്ട് നിന്ന് വളർന്നാൽ എല്ലാവരും ബെനിഫിറ്റഡ് ആകും.
പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ആയിരിക്കും ബാധിക്കപ്പെടുക. പ്രകൃതിക്ക് നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമൊന്നുമല്ല. ഇതിനേക്കാളും വലിയ ജീവികൾ, ദിനോസോർ ഉൾപ്പെടെയുള്ള പല ജീവികളും വന്നു പോയി, ഒരുപാട് സാധനങ്ങൾ എക്സ്റ്റിങ്ക്റ്റായി പോയിട്ടുണ്ട്. സോ പ്രകൃതി വിൽ റിമെയിൻ വിത്ത് ഓർ വിത്തൗട്ട് ഹ്യൂമൻ ബീയിങ്, അതിൻ്റെ സംശയമൊന്നുമില്ല. കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ, എങ്ങനെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതും അതിനനുസരിച്ചിട്ടുള്ള കടലിൻ്റെ ലെവല് ഉയരുന്നതും എങ്ങനെ ട്രോപ്പിക്കൽ റീജിയൻസുള്ള എസ്പെഷ്യലി ചെറിയ ദ്വീപ സമൂഹങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് അനുവിൻ്റെ ചോദ്യം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രധാനമായിട്ടും ഈ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ വാസ്തവം പറഞ്ഞാൽ അവർ വലിയൊരു കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തിനോ ഇല്ലെങ്കിൽ ഒരു ഗ്ലോബൽ വാർമിങ്ങിനോ അവർ കാരണക്കാരല്ല ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ബിക്കോസ് അവരൊക്കെ ചെറിയ രാജ്യങ്ങളിൽ ചെറിയ റിസോഴ്സിൽ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ പ്രശ്നം ഗ്ലോബലാണ്. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും എല്ലാം മഞ്ഞുരുകിയാലും അത് വരുന്നത് കടലിലേക്കാണ്. ബിക്കോസ് കടലാണ് ലോവസ്റ്റ് പോയിൻറ്റ്. കടലിൽ വരുന്നതിനനുസരിച്ച് കടലിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചെറിയ ദ്വീപ സമൂഹങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങോട്ട് കടൽ കയറുന്നു. ഞാൻ വൈപ്പിൻ ഐലൻഡിൽ താമസിക്കുന്ന ആളാണ്. ചെറിയ വൈപ്പിൻ ഐലൻഡിൽ ഒരു ചെറിയ ഐലൻഡാണ്, ബട്ട് ലോകത്തിലെ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഐലൻഡാണത്. അവിടുത്തെ ഒരു 30% ലാൻഡ് ഇപ്പോൾ യൂസബിൾ അല്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് വെള്ളത്തിൻ്റെ അടിയിലാണ് എപ്പോഴും. ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് തലേ ദിവസവും ഞാൻ പോയിരുന്നു, ചില ഫീൽഡ് ഒബ്സർവേഷൻസിന് വേണ്ടി പോയിരുന്നു. ആൾക്കാർ അബാൻഡൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സെപ്റ്റിക് സിസ്റ്റംസ് വർക്ക് ചെയ്യില്ല, അവരുടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സോൾട്ട് വാട്ടറാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഫ്രഷ് വാട്ടർ ലഭ്യതയില്ല. അല്ലാത്ത കിണറുകളും അല്ലാത്തതും എല്ലാം മിക്സ്ഡപ്പാണ്. അവരുടെ ടോയ്ലറ്റ്സ് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് പാത്തജൻസ് ഈസിലി ആക്സസിങ് ഈ ആൾക്കാരെ. അപ്പോൾ ഇതുപോലെ ഒന്നും വളർത്താൻ പറ്റില്ല. ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി ഇല്ല കുടിക്കണമെന്നുണ്ടെങ്കിൽ. പല രീതിയിലും പിന്നെ എവറി ടൈം വെള്ളത്തിലാണ് ഇവർ ജീവിക്കുന്നത്. വെള്ളത്തിലൊരു ആംഫീബിയൻ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉഭയജീവി പോലെയാണ്. ബിക്കോസ് അവർ മിക്കവാറും വെള്ളത്തിലാണ്. പിന്നെ കരയിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ കല്ലും ഇതൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ കൂടി സ്റ്റെപ്പ് ചെയ്തിട്ടാണ് അവർ പുറത്തോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ കല്ലിൻ്റെ മേളിലാണ് ഈ കട്ടിലും കിടക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ബിക്കോസ് അതർവൈസ് ഇറ്റ് ഈസ് വാട്ടർ, വിതിൻ ദി ഹൗസ് ഇറ്റ് ഈസ് വാട്ടർ, ഹാഫ് എ ഫീറ്റ്. ഞാൻ എല്ലാ ദിവസവും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ് ലോകവ്യാപകമായിട്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അവർക്ക് വലിയൊരു എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റില്ല, വലിയ രീതിയിൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഇതിന് കാരണക്കാരായിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ്, സോ കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ് ക്ലൈമറ്റ് ഫണ്ടിൽ കൂടി പൈസ ഉണ്ടാക്കി ഇവരുടെ ടെക്നോളജി കൂടി കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നെതർലാൻഡ്സിൽ ബിലോ സീ ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ദേ ഹാവ് ബൺ സിസ്റ്റം, ദേ ഹാവ് ടെക്നോളജി. ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇതിനെ ഓവർകം ചെയ്ത് ജീവിക്കാവുന്ന സെറ്റപ്പ് ഉണ്ട്. ബിക്കോസ് ദേ ആർ റിച്ച്. അപ്പം നമുക്ക് ആ സെറ്റപ്പ് ഇല്ല ചെറിയ രാജ്യങ്ങൾ. സോ ദേ ആർ സീരിയസ്ലി എഫക്റ്റഡ് ആണ്. അവരൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് ഫേസ് ചെയ്യുന്നത്. നിലനിൽപ്പിൻ്റെ ഒരു പരീക്ഷണമാണ്. പല സ്ഥലങ്ങളും, പല ചെറിയ രാജ്യങ്ങളും. ഞാൻ പാസിഫിക് ഐലൻഡ്സിലെ ചെറിയ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. സോളമൻ ഐലൻഡിൽ പോയിട്ടുണ്ട്, ടുവാലുവിൽ പോയിട്ടുണ്ട്, ഫിജിയിൽ പോയിട്ടുണ്ട്, ടോങ്കയിൽ പോയിട്ടുണ്ട്, വണവാത്തുവിൽ പോയിട്ടുണ്ട്. ഒരു 10,000-25,000 ഒക്കെ ആൾക്കാർ ഇവിടെ ഉള്ളത്. ഈ ആൾക്കാർ കിരിബാസിലുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഒക്കെ വിട്ടു. അവർ ചെറിയ രാജ്യങ്ങൾ ചെയ്യുന്നത് ഈവൻ ദേ ആർ ട്രൈങ് ടു ബൈ ലാൻഡ് ഇൻ ലാർജർ കൺട്രീസ് ഇഫ് അലൗഡ്. ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊക്കെ കുറേ പേര് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ പതിയെ കംപ്ലീറ്റ് അവിടുന്ന് മാറിപ്പോവുക. ബിക്കോസ് ജീവിതം വളരെ ദുഷ്കരമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റിനുള്ള അഡ്രസ്സിങ് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഡോക്ടർ അഭിലാഷിനോടാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ഡോക്ടർ അഭിലാഷ്. കാരണം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും പ്രവചനാതീതമായ കാലാവസ്ഥാ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചാനൽ ചർച്ചകളിലെ ഒരു പരിചിത മുഖമാണ് ഡോക്ടർ അഭിലാഷ്. ഡോക്ടർ അഭിലാഷ്, താങ്കളോടുള്ള ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവചനാതീതമാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ. അത് താങ്കളുടെ തന്നെ പല പഠനങ്ങളും, മിന്നൽ പ്രളയം ഉൾപ്പെടെയുള്ള പല പഠനങ്ങളും അത് ശരിവെക്കുന്നതുമാണ്. സോ മഴയും ചൂടുമെല്ലാം തന്നെ നമ്മുടെ
നമ്മളിപ്പോൾ അതിതീവ്രമായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഈ സമീപകാലങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥ മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിനെ നമുക്ക് പ്രാദേശികമായി പ്രതിരോധിക്കാൻ, ഇപ്പം ഹാത്ത സാറ് പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ഗ്ലോബലായി പ്രതിരോധിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം? മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കേരളത്തിൻ്റെ നഗരാസൂത്രണത്തിൽ കാര്യമായ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നമ്മുടെ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഇപ്പോൾ താങ്കളുടെ റഡാർ സെൻറ്റർ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും? ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹാത്ത് സാറ് അവസാനിപ്പിച്ചിടത്തോട് നിന്ന് തുടങ്ങുകയാണ്. നമുക്കറിയാം, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ കാലാവസ്ഥാപരമായിട്ട് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാടായിരുന്നു കേരളം. അത് മാറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു നാടായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ച ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും പശ്ചിമ തീരത്തോട് അല്ലെങ്കിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ അറബിക്കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് ഇപ്പോൾ. അതിൽ കുസാറ്റിൻ്റെ പല പഠനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, ഈ അറബിക്കടൽ മറ്റ് സമുദ്രങ്ങൾ, ഇപ്പം അറ്റ്ലാന്റിക് പസഫിക്കും ഒക്കെ ചൂടാകുന്നതിനേക്കാളും അതിതീവ്രമായിട്ട് ചൂടായിക്കൊണ്ട് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഹാത്ത സാറും ഒക്കെ അത് സംസാരിക്കുമായിരിക്കും കടലിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്. പക്ഷേ അതിതീവ്രമായിട്ട് ഇപ്പം പസഫിക്കൊക്കെ ഒരു 0.7, 0.8 100 വർഷം കൊണ്ട് ചൂടായ സ്ഥലത്ത് അറബിക്കടലിൽ 1.2, 1.3 ഡിഗ്രി വരെ ഡബിളായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ പോലെ 2017 ഓഖിയുടെ രൂപത്തിലൊരു ചുഴലിക്കാറ്റ് വരുന്നു. അതിനുശേഷം തുടരെ അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ തീരദേശ ജനതയുടെ ഈ പറഞ്ഞ പോലെ ജീവിതത്തെയും ജീവനോപാധിയെയും വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓഖി വന്നപ്പോൾ തന്നെ നമുക്കറിയാം, ഏകദേശം 400ഓളം മത്സ്യത്തൊഴിലാളികൾക്കാണ് കടലിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അത് ഒരുപക്ഷെ കടലിൽ ഇത്രത്തോളം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവചന സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഷിപ്പിനും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ അത് മാറിപ്പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം തുടരെയായിട്ട് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളുടെ ജീവനെ മാത്രമല്ല, ജീവനോപാധിയിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്തേക്ക് അതിൻ്റെ തീവ്രത മാത്രമല്ല, അത് എത്ര നാൾ കടലിൽ നീണ്ടു നിൽക്കും. ഇപ്പം ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുന്നതോടൊപ്പം തന്നെ അത് അറബിക്കടലിൽ ഉള്ള ദിനങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ കേരളത്തിൽ തന്നെ ഏകദേശം 50,000-ഓളം ട്രോളേഴ്സ് ഉണ്ടാകും. വലുതും ചെറുതുമായിട്ടുള്ള 50,000-ഓളം ട്രോളേഴ്സും ഏകദേശം 1 മില്യൺ ഫിഷേഴ്സും ഉണ്ട്. അപ്പം അത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു 2-3% ആകുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിന് സംഭാവന ചെയ്യുന്ന എക്കണോമിക് ആയിട്ടും അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ടും വലിയ സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ മാറ്റമാണ് പശ്ചിമ തീരത്തോട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശത്തോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മലനാട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിതീവ്രമായിട്ടുള്ള മഴയുടെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിൽ ആസ്വദിക്കാവുന്ന, ഇപ്പം ജോൺസൺ മാഷ് കട്ടൻ ചായ മിതമായ മഴ എന്നൊക്കെ പറയുന്നത് മാറിക്കൊണ്ട് ഇപ്പം മഴയെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭീതിയും ആകുലതയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അറബിക്കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് നമ്മുടെ തീരപ്രദേശത്തുണ്ടായിക്കൊണ്ടിരുന്ന മേഘങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കട്ടി കുറഞ്ഞ, ഡെപ്ത് കുറഞ്ഞ ചെറിയ മേഘങ്ങൾ. അത് ഒരു പക്ഷേ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വരെ ഉയരത്തിൽ വളരുകയുള്ളായിരുന്നു. പക്ഷേ ഈ ആഗോളതാപനം കാരണവും കടൽ ചൂട് പിടിക്കുന്നത് കാരണം ഈ മേഘങ്ങൾ 6 കിലോമീറ്റർ അല്ല 10-12 കിലോമീറ്റർ വരെ ഡീപ്പായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ്. അതിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം കൂടും. അത്
മഴ പെയ്യുമ്പം അത്രത്തോളം കൂടുതൽ വാട്ടറാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പം പശ്ചിമ തീരത്ത് ഒരു ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് വയനാടിൽ സംഭവിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരുന്നു 2017-18 ധാരാളം. 18 എനിക്ക് തോന്നുന്നു കേരളം മുഴുവനായിട്ട് 3000-ലധികം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2019 കവളപ്പാറ പുത്തുമല, 2020 പെട്ടിമുടി ദുരന്തം മൂന്നാർ, 2021 കുട്ടികൾ കൊക്കയാർ, 2022 കണിച്ചാർ കൊളയാട് ഈ കണ്ണൂർ ജില്ലയിൽ, 2023 വലിയ പ്രശ്നമില്ല, 2024 ആയപ്പോഴേക്കും പശ്ചിമ തീരം കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഴയുടെ തീവ്രത കൂടുന്നതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് മഴമേഘങ്ങളുടെ കട്ടി കൂടുന്നതും ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. ഇതാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ റെസ്പോണ്ട് ചെയ്ത് ഈ കാലാവസ്ഥാ മാറ്റം ഒരു സ്ഥലത്ത്, അതോടൊപ്പം തന്നെ പ്രകൃതിപരമായിട്ടുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഗാഡ്ഗിൽ മരിച്ച അവസരത്തിൽ ഇത്തരം നമ്മുടെ പരിസ്ഥിതി ലോലമായിട്ടുള്ള വെസ്റ്റേൺ ഗാട്സ്, ഒരു പക്ഷേ മാനുഷികമായിട്ടുള്ള കടന്നുകയറ്റം ഇല്ലെങ്കിൽ പോലും ഈ മഴയുടെ മാറ്റത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ഘടനയല്ല വെസ്റ്റേൺ ഗാട്സിനുള്ളത്. അപ്പോൾ ഒരുപക്ഷെ മനുഷ്യർ പോയി കൃഷി ചെയ്തില്ലെങ്കിലും ഡെവലപ്മെൻറ്റ് അവിടെ നടന്നില്ലെങ്കിൽ പോലും ഇത്തരം മഴയുടെ മാറ്റം കാരണം വീണ്ടും ഭാവിയിൽ ഇത്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉപജീവനത്തെയും അവരുടെ നിലനിൽപ്പിനെയും, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെയും ട്രൈബൽസിൻ്റെയും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെയും ഒക്കെ ഉപജീവനത്തിനെ ബാധിക്കുന്ന തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗങ്ങൾ നമുക്കറിയാം. 2015 ശേഷം കേരളത്തിൽ പോലും ഉഷ്ണതരംഗങ്ങളുടെ മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്നു, ഹെൽത്തിനെ. ഈ കാലാവസ്ഥാപരമായിട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഹ്യൂമൻ ഹെൽത്ത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. അതും അവിടെയും ഒരു അനീതിയുണ്ട്. ഒരു എല്ലാവരെയും ഒരേപോലെയല്ല ബാധിക്കുന്നുള്ളതാണ് പ്രശ്നം. കാരണം പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ കൂടുതൽ എഫക്റ്റ് ചെയ്യും, അകത്തിരിക്കുന്നവരെ അത്ര വലുതായിട്ട് എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രവചനം സംഭവിക്കുന്നത് കാലാവസ്ഥ എക്സ്ട്രീം ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രവചനാത്മകത കുറഞ്ഞും വരികയാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നേരത്തെ ഒരു 3 ദിവസം മുന്നെയൊക്കെ ഒരു മിതമായ മഴ പ്രവചിക്കുന്ന സ്ഥലത്ത് 3 ദിവസം മുന്നേ അതിതീവ്രമായിട്ടുള്ള ഈ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ പ്രവചിക്കുന്നത് വളരെ ദുഷ്കരമായിട്ട് മാറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ വയനാട് ലാൻഡ് സ്ലൈഡിന് ശേഷം വയനാട്ടിൽ തന്നെ ഒരു റഡാർ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുന്നു. കോഴിക്കോട് വരുന്നു, കൊല്ലത്ത് വരുന്നു, അപ്പം മാംഗ്ലൂരിൽ ഓൾറെഡി തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ വരുന്നതനുസരിച്ച് നമ്മുടെ പ്രവചന സംവിധാനങ്ങൾ ഇത്തരം ക്ലൗഡ് ബസ്റ്റിനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കൂടുതൽ കൃത്യതയാർന്ന പ്രവചന സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വയനാട്ടിലും അല്ലെങ്കിൽ ഓഖിയിലും ഒക്കെ 400 പേര് മരിച്ച സ്ഥലത്ത് അതൊരു 100 അല്ലെ 50 പേരാക്കി കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അഫക്റ്റഡ് ആകാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികളാണ്, അല്ലെങ്കിൽ അത് കടലിൻ്റെ മത്സ്യസമ്പത്തിനെ അത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പ്രകൃതി ദുരന്തങ്ങളോട് കൂടിയിട്ട് അവർക്ക് കടലിൽ പോകാനുള്ള ദിവസങ്ങളുടെ എണ്ണവും വളരെയധികം കുറഞ്ഞു വരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ ഈ അടുത്തിടെ നമ്മൾ വായിച്ച എല്ലാ റിപ്പോർട്ടുകളിലും കേരളത്തിൻ്റെ ഏറ്റവും അധികം സുലഭമായിക്കൊണ്ടിരുന്ന മത്തി ഇപ്പോൾ നമുക്ക് വളരെ കിട്ടാതായിരിക്കുന്നു. അത് ഗുജറാത്ത് തീരങ്ങളിലേക്കെല്ലാം കൂടുതലായിട്ട് ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മത്തിയുടെ സൈസ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ അഭിലാഷ് പറഞ്ഞ പോലെ അതൊരു കേരളത്തിൻ്റെ ഒരു പ്രോട്ടീൻ സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം മത്സ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് നിലനിൽക്കുന്നത്. ജെല്ലി ഫിഷിൻ്റെ കടന്നുകയറ്റം നമ്മുടെ കടലുകളിലേക്ക്, സത്യത്തിൽ ഈ മത്തി അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ സുലഭമായിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളുടെ ഒരു ദൗർലഭ്യം അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റു തീരങ്ങളിലേക്കുള്ള ഒരു പലായനം, ഇത് ഈ കാലാവസ്ഥയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ? അതായത് ഇതിന് മത്സ്യവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നവർ ഇതിന് മുന്നിൽ വയ്ക്കുന്ന ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് കടലിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ടാണ് മത്സ്യങ്ങൾ പലായനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമാണോ? അതല്ലാതെ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ കൂടി ഇതിന് കാരണമാകുന്നുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിന് 2
കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഇപ്പോൾ മത്തി വളരുന്നില്ല, അല്ലെങ്കിൽ മത്തിയുടെ ലഭ്യത കുറവാണ്, ഇല്ലെങ്കിൽ ജെല്ലി ഫിഷിൻ്റെ ബ്ലൂമുണ്ട്. ഇതിൻ്റെ പോസിബിലിറ്റി സിംപ്ലി ക്ലൈമറ്റ് റിലേറ്റഡ് ആണോ, ഇല്ല കാലാവസ്ഥാ വ്യതിയാനം മാത്രമായിട്ടുള്ളതാണോ, അതല്ലാത്ത ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഒന്ന്, ഫിഷർമെൻ കമ്മ്യൂണിറ്റി, അതായത് കോസ്റ്റൽ പോപ്പുലേഷൻ ലോകത്തിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരോളം ജീവിക്കുന്നത് അറ്റ്ലീസ്റ്റ് 40% കോസ്റ്റൽ ബെൽറ്റിൽ തന്നെയാണ്. അങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിഗ് സിറ്റീസും അവിടെ ആയിരിക്കും. ചെന്നൈ ആണെങ്കിലും, മുംബൈ ആണെങ്കിലും, ലോസ് ഏഞ്ചലസ് ആണെങ്കിലും, ടോക്കിയോ ആണെങ്കിലും, ഷാങ്ഹായ് ആണെങ്കിലും, സിഡ്നി ആണെങ്കിലും, ഇതെല്ലാം കോസ്റ്റൽ സിറ്റീസാണ്. ഓൾ ബിഗ് സിറ്റീസ് ആർ കോസ്റ്റൽ സിറ്റീസ്. കോസ്റ്റലാണ് ഡെവലപ്മെൻറ്റ് ആദ്യം വരിക, അവിടെ തന്നെ ആയിരിക്കും ആൾക്കാർ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ നമ്മുടെ ഈ ചെറിയ സ്മോൾ ഐലൻഡ്സിൽ ജീവിക്കുന്ന റിസോഴ്സ് കുറഞ്ഞ ആൾക്കാർ, മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ ഇഷ്യൂസാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇൻകോയ്സ് എവറി അതർ ഡേ ഇവിടെ കടൽ 5 മീറ്റർ ഉണ്ടാവും, 10 മീറ്റർ ഉണ്ടാവും, പോകരുത് എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ ഇഷ്യൂ ആണ്. ബിക്കോസ് മീൻ പിടിക്കലല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അപ്പോൾ അവരുടെ ഒരു ലൈവ്ലിഹുഡ് ഇഷ്യൂ സീരിയസ്ലി എഫക്റ്റഡ് ആണ്. ദി വെരി ഫസ്റ്റ് പ്ലേസ് അവർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ത് ഓപ്ഷൻസ് കൊടുക്കും എന്നുള്ളത് ഒരു മേജർ ക്വസ്റ്റ്യനാണ്. അതൊരു പോളിസി കൂടി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പിന്നെ കിട്ടുന്ന മത്സ്യം, ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കിട്ടുന്നത് ചെറുതാണ്, ഇല്ലെങ്കിൽ ഉദ്ദേശിച്ചത്ര കിട്ടുന്നില്ല, ഒരു അൺവാണ്ടഡ് സ്പീഷീസ് കയറി വരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണോ? ഒരു ആസ്പെക്റ്റ് ക്ലൈമറ്റ് റിലേറ്റഡ് ആണ്. ബിക്കോസ് ഫിഷ് ഈസ് എൻ ആക്റ്റീവ് സ്വിമ്മർ. ഫിഷിന് നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു ജീവിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു കുറച്ചും കൂടി ഒരു കോൾഡർ വാട്ടേഴ്സിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഒരു ഫേവറബിൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന് മൂവ് ചെയ്യാം. ദിസ് ഈസ് വൺ പോസിബിലിറ്റി. ആക്ച്വലി മലയുടെ അടിവാരത്തിലുള്ള മരങ്ങളൊക്കെ അതിൻ്റെ ട്രീ ലൈൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഓൾ ക്ലൈംബിങ് ദി ഹിൽ. അടിയിൽ നിന്ന് അടിക്കാടുകൾ നേരെ മേളിലേക്കാണ്, അടിയിൽ നേരെ മേളിലേക്ക് ടെമ്പറേച്ചർ കുറച്ചും കൂടി ലോവർ ടെമ്പറേച്ചർ ഉള്ളിടത്തോട്ട് അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഈസ് എ പ്രൂവൺ തിങ് ആണ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ വേറൊരു മേജർ ഇഷ്യൂ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് AC ഉണ്ട്, നമ്മൾ വളരെ കംഫർട്ടബിൾ സിറ്റിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളുടെ എനർജി വളരെ ഓപ്റ്റിമമാണ്. നിങ്ങൾ ഓപ്റ്റിമമായ എനർജി ഉപയോഗിക്കുന്നു, ഓപ്റ്റിമമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ അറ്റൻഷൻ ഈസ് ഗുഡ്, നിങ്ങൾ യു ആർ നോട്ട് അണ്ടർ സ്ട്രെസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലിന് ഒരു ഫേവറബിൾ ടെമ്പറേച്ചർ അല്ല എങ്കിൽ ദി ഓർഗാനിസംസ് ലിവിങ് ദെയർ ഈസ് അണ്ടർ സ്ട്രെസ്. അതായത് എല്ലാ ജീവികളും അതിനൊരു എനർജി അലൊക്കേഷൻ ഉണ്ട്. ഒരു നല്ലൊരു ശതമാനം ഗ്രോത്ത്, കുറച്ച് റിപ്രൊഡക്ഷൻ, കുറച്ച് മറ്റ് മെക്കാനിസംസ്, അതിനൊക്കെ എനർജി അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ ഈ സ്ട്രെസ്സിനെ മാറ്റി നിർത്താനായിട്ട് ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ എനർജി എക്സ്പെൻഡിച്ചർ ഒരു മേജർ ഇഷ്യൂ ആണ്. ഇത്രയും എനർജി എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഗ്രോത്തിലേക്ക് പോകേണ്ട കുറേ എനർജി അവിടെ വേസ്റ്റ്ഫുള്ളായിട്ട് പോവുകയാണ്. സോ ഗ്രോത്ത് ഈസ് നോട്ട് ഹാപ്പനിങ്. ഇതൊരു മേജർ ഇഷ്യൂ ആണ്. സ്ട്രെസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ നിങ്ങൾക്കൊരു ഓപ്റ്റിമം ഗ്രോത്ത് ഒരു ജീവിയിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബിക്കോസ് ദെയർ എനർജി എക്സ്പെൻഡിച്ചർ ഈസ് സ്ക്യൂഡ് ആണ്. എനർജി എക്സ്പെൻഡിച്ചറിൽ നല്ലൊരു ശതമാനം സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ. അത് ഞാൻ പറയും, ഇപ്പോൾ ഇതിനകത്ത് AC ഇല്ല, നിങ്ങളിപ്പോൾ സ്വെറ്റിങ് എൻവറോൺമെൻ്റ് ആണ്, നിങ്ങളുടെ ബോഡി ഒരുപാട് മെക്കാനിസം സ്വെറ്റ് ചെയ്യും, കൂൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും, എനർജി അതിലോട്ട് ഡൈവേർട്ട് ചെയ്യും. ഇതൊരു ഫാക്റ്റാണ്. വേറെ ഒരു ആസ്പെക്റ്റ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചാളയോ എന്ത് പ്രകൃതിയിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ എന്നാണ്. തിന്നുക, തിന്നപ്പെടുക. ഇതിലാണ് ഈ ബാലൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവികൾ തമ്മിലുള്ള ബാലൻസ് ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ കണ്ടീഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാള വളരണമെന്നുണ്ടെങ്കിൽ ചാളയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടണം. ദർ ഇസ് എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ടല്ല പല റിപ്പോർട്ട്സിലും പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ചാളയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഫ്രാജലേറിയ ഓഷ്യാനിക്ക എന്ന് പറഞ്ഞൊരു പ്ലവകമുണ്ട്, ഇല്ലെങ്കിൽ മറ്റ് പ്ലവകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ ഈ ചേഞ്ച്ഡ് വാർമിംഗ് സെനാരിയോയിൽ ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാളയ്ക്ക് കിട്ടുന്ന ഐഡിയൽ ഫുഡ്, ഇറ്റ് വിൽ ഈറ്റ് സംതിങ് ആൻഡ് ട്രൈ ടു ലിവ്. അതൊരു ഫാക്റ്റാണ്. എല്ലാ ജീവികളും അത് ശ്രമിക്കും. പക്ഷേ അതിനൊരു ഐഡിയൽ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നിടത്ത് അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ അകത്തുള്ള ഓയിൽ കണ്ടൻറ്റും അതിൻ്റെ അകത്ത് ഫ്ലഷിൻ്റെ ക്വാളിറ്റിയും എല്ലാം വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുഡ് കോമ്പോസിഷനിൽ, ഫുഡ് ചെയിനിൽ മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ വളരെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണക്റ്റിംഗ് ലിങ്ക്സ് ആണ്. വേറെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ജെല്ലി ഫിഷ്, ദാറ്റ്സ് എ മേജർ ഇഷ്യൂ. ഇപ്പം നമ്മുടെ കടലിൽ, ഇല്ലെങ്കിൽ ഞാൻ വൈപ്പിൻ ഐലൻഡിൽ താമസിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ചെറിയ ഐലൻഡാണ്.
അവിടെ ആൾക്കാർ വീശി കഴിഞ്ഞാൽ ഈ സമ്മർ ആയി കഴിയുമ്പോഴേക്കും അവർ വലയിലേക്ക് ഇട്ടാൻ പോകുന്നത് നല്ലൊരു ശതമാനം ജെല്ലി ഫിഷ് ആയിരിക്കും. വല ഉപയോഗിക്കാൻ പോലും പറ്റില്ല, വലയിൽ തിങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ മീനെ പിടിക്കാൻ പറ്റില്ല. വല ക്ലീനിങ് എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. ദേ വിൽ സ്റ്റോപ്പ് ഫിഷിങ്. അപ്പോൾ എങ്ങനെ ജെല്ലി ഫിഷ് ഇത്ര അധികം വരുന്നു? ഒരു റീസൺ ഈ വാർമിംഗ് ആയിട്ടുള്ള സെറ്റപ്പിൽ അത് കുറച്ചും കൂടി അഡാപ്റ്റഡ് ആയിരിക്കാം, അതിൻ്റെ ബ്രീഡിങ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാം, അതിൻ്റെ നമ്പർ കൂടാം. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ്, നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിന് നമ്മൾ ഒരുപാട് പിടിക്കുകയാണ്, നമുക്ക് വില കിട്ടുന്ന സാധനത്തിന് നമ്മൾ ഒരുപാട് പിടിക്കുന്നു. നമ്മളിപ്പോൾ ഷാർക്കിനെ പിടിച്ചിട്ട് ഷാർക്കിൻ്റെ ഫിന്നിന് നല്ല വില കിട്ടുന്നുണ്ടെങ്കിൽ ഷാർക്കിൻ്റെ ഫിൻ മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ കടലിലേക്ക് എറിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ജീവികളെയും തിന്നുകയും തിന്നപ്പെടുകയും എന്ന ഒരു ഭക്ഷ്യ ശൃംഖലയിലാണ് ഇതിൻ്റെ ബാലൻസ് നിൽക്കുന്നത്. ജെല്ലി ഫിഷിനെ പിടിച്ച് തിന്നുന്ന ടർട്ടിൽസ്, ഷാർക്ക്, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജെല്ലി ഫിഷിൻ്റെ ഒരു ബ്ലൂമിങ് നടക്കുകയാണ്. അത് വളരെ വളരെ ഡിസാസ്ട്രസ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒട്ടും ഫേവറബിൾ അല്ല. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു ഇഷ്യൂ, വേറൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പല രാജ്യങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെല്ലി ഫിഷ് ഇസ് ഓൾസോ എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നമുക്ക് ഇതുപോലെ കിട്ടുന്ന നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മൾ ഇതുവരെ ശീലിച്ചു വന്നൊരു ശീലങ്ങളുടെ പാർട്ടായിട്ടാണ്. അപ്പോൾ ആ ശീലങ്ങളുടെ പാർട്ടായിട്ട് ജെല്ലി ഫിഷ് നമ്മുടെ ഫുഡ് ശൃംഖലയിൽ ഇല്ല. പക്ഷേ ജെല്ലി ഫിഷ് ഒരു ചെറിയ പ്രോസസ്സിൽ കൂടി ജെല്ലി ഫിഷിനെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോൺസെൻട്രേറ്റും സൂപ്പും ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴും ഇത് ബേസിക്കലി ദിസ് ഈസ് ബിക്കമിങ് എ ഫുഡ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ക്ലൈമറ്റ് ചേഞ്ച് നോട്ട് എലോൺ ഈസ് ഡ്രൈവിങ് സച്ച് ചേഞ്ചസ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അത് എഫക്റ്റ് ചെയ്യും. ആ എഫക്ട്സ് ചില ജീവികൾക്ക് ഫേവറബിളായിട്ട് വരും, ചിലവർക്ക് ഫേവറബിളായിട്ട് അല്ലാതെ വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ടുണ്ട്ര എക്സ്പാൻഡ്, പുല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഐസ് ക്ലിയർ ചെയ്ത് പോവുകയാണ്. ഐസ് ക്ലിയർ ചെയ്ത് പോകുമ്പോഴേക്കും ലൈറ്റ് വരുന്നു, ലൈറ്റിൽ ഈ പറഞ്ഞ മോസും മറ്റ് പ്ലാന്റ്സും വളർന്ന് ടുണ്ട്ര എക്സ്പാൻഡ് ചെയ്യും, CO2 പിടിക്കാം. പക്ഷെ വേറെ കുറേ സൈഡിൽ വേറെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി കോംപ്ലക്സ്. ഓക്കെ, ആഗോളതലത്തിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ആഗോളതാപനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ പാരീസ് എഗ്രിമെൻറ്റ്, ദെൻ കോപ്പ് ഉച്ചകോടികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കരാറുകളും എല്ലാം നാം ആഗോളതലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മളുടെ IPCC റിപ്പോർട്ട് അനുസരിച്ചിട്ടും നമ്മളുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഒരു ആഗോള താപനം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ താപനിലയുടെ വർധനവ് നമ്മളൊരു 1.5 ഡിഗ്രിയുടെ താഴെ നിലനിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും എന്നും പറയുന്നു. ഇത് എത്രത്തോളം സാധ്യമാണ് ശരിക്കും? അതുപോലെ നമ്മുടെ ശ്രമങ്ങൾക്കൊന്നും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ആഗോളതലത്തിൽ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആഗോള താപനമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളാണെങ്കിലും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളുടെ ഒരു നിലപാടിനെയും പ്രവർത്തനങ്ങളെയും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ ദീർഘമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ ചുരുക്കി പറയാം. ഹാത്ത സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു ഗ്ലോബൽ അനീതിയുടെ ഒരു പാർട്ട് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ നീതി, എങ്ങനെ നമുക്ക് നീതിപൂർവകമായിട്ടുള്ള പോളിസി ഡിവൈസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ആഗോളതലത്തിൽ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോലെ ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെൻറ്റും UNFCCയും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ 1988 രൂപം കൊണ്ട സംഘടനയാണ് IPCC, ഇന്ത്യൻ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവർ പറഞ്ഞ ശാസ്ത്ര സമൂഹം ലോകത്തോട് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭാവിയിൽ ഒരു 40 വർഷം മുമ്പ് ഭാവിയിൽ വരാൻ പോകുന്ന അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ
സംഭവിക്കാം. അതുകൊണ്ട് എമിഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞാണ് 40 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്ര സമൂഹം ലോക ജനതയോടെ അല്ലെങ്കിൽ ലോകത്തിലെ പോളിസി മേക്കേഴ്സിനോടും പറഞ്ഞത്. പക്ഷേ 40 വർഷം കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായി. നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, അതിനോടൊപ്പം ജീവിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മൾ. അപ്പം സയൻസ് ഈസ് എവിഡൻറ്റ്. സയൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഓൾറെഡി എവിഡൻറ്റ് ഈവൻ 40 years ബാക്ക്. അങ്ങനെ ഒരു ബാക്കപ്പിലാണ് 1988 IPCC രൂപം കൊള്ളുന്നതും 1990 അവരുടെ ഫസ്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് വരുന്നതും. അതിനെ ബേസ് ചെയ്തിട്ടാണ് UNFCCC യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രൂപീകൃതമാകുന്നതും. 1997 കൊയോട്ടോ പ്രോട്ടോക്കോൾ അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പം കൊയോട്ടോ പ്രോട്ടോക്കോളിൽ പറയുന്നത് തന്നെ 1997 കൊയോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നെങ്കിൽ അത് പ്രാബല്യത്തിലാകുന്നത് 2005 അപ്പോൾ 2005 അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് 1990 എമിഷൻ്റെ നിലയിലേക്ക് 2012 ആകുമ്പോഴേക്കും ഒരു 5% കുറയ്ക്കണമെന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. പക്ഷേ സംഭവിച്ചത് 5% കുറയുക മാത്രമല്ല 50% കൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ കാലാവസ്ഥയെ പിടിച്ചു നിർത്താൻ ഉള്ള ഇത്തരം ഉടമ്പടികളും പോളിസികളും ഒക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ട, ഇതിനെ ഒരു ഉപരിപ്ലവമായിട്ട് ഇതിൻ്റെ സയൻസ് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഫേമസ് ആയിട്ടുള്ള ഒരു കനേഡിയൻ എഴുത്തുകാരി നോമി ക്ലെൻ പറഞ്ഞിട്ടുണ്ട്, ദിസ് ചേഞ്ചസ് എവറിതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാലാവസ്ഥാ വ്യതിയാനവും ഡെവലപ്മെൻറ്റും GDP ഗ്രോത്തും എല്ലാം ഡീലിങ്ക്ഡ് ആണ്. പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പം 1860 ശേഷമുള്ള രണ്ടാം വ്യവസായ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾ, ജൈവ ഇന്ധനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മൂലധന ഉൽപ്പാദന വളർച്ചാക്രമത്തിലേക്ക് ലോകം തന്നെ മാറി. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ കാലാവസ്ഥ ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു നിയോ ലിബറൽ എക്കോണമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പം GDPയെയും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും എന്ന് പറയുന്നത് കേവലം GDPയിൽ മാത്രം അധിഷ്ഠിതമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. അവിടെ എൻവയൺമെൻറ്റലിനോ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീയിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ വെൽബീയിങ്ങിനോ പ്രോഗ്രസ്സിനോ ഒന്നും ഒരു സ്ഥാനവും ഇല്ല. അപ്പോൾ ഇങ്ങനെ പോളിസി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിൽ നമുക്ക് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ഇവിടെയാണ് അതൊരു വൈരുദ്ധ്യം കിടക്കുന്നത്. കാരണം നമുക്ക് സാങ്കേതികമായിട്ട് ഈ പോളിസികളെല്ലാം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഡിവൈസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്ന തരത്തിലേക്കാണ്. പക്ഷേ സംഭവിക്കുന്നത് മൊത്തവും പ്രായോഗിക തലത്തിൽ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. അവിടെയാണ് ഈ ഗ്ലോബൽ എമിഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 1.5 ഡിഗ്രിയുടെ കാര്യം മാഡം സൂചിപ്പിച്ചു. അതിൻ്റെ ഇപ്പം 1.5 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 1860കളിലെ താപനിലയ്ക്കനുസരിച്ച് ഭൂമിയുടെ താപനില ഇപ്പോൾ 1.1 ഡിഗ്രി കൂടി നിൽക്കുകയാണ്. അത് 1.1 ഡിഗ്രി ആയപ്പോൾ തന്നെ ലോകമെമ്പാടും കാനഡയിലും യൂറോപ്പിലും ഒക്കെ കാട്ടുതീയും ഉഷ്ണതരംഗങ്ങളും എത്തുന്ന തരത്തിലേക്ക് മാറി. ആർട്ടിക്കും ഒക്കെ ആംപ്ലിഫിക്കേഷൻ ഗ്ലോബൽ വാർമിംഗ് കാരണമായിട്ട് മാറുന്നു. അപ്പം ഇപ്പം തന്നെ നമ്മളത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1.5 ഡിഗ്രി ആയാൽ എന്തെല്ലാം ഇമ്പാക്റ്റ് ആയിരിക്കും വരാം. അതുകൊണ്ടാണ് 2015 പാരീസ് എഗ്രിമെൻറ്റിൽ 2 ഡിഗ്രി ആയിട്ട് അത് നിജപ്പെടുത്തിയെങ്കിലും പിന്നീടുള്ള സ്പെഷ്യൽ റിപ്പോർട്ട് 2018 19 വന്നത് 1.5 ഡിഗ്രി ആയിട്ടേലും കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രായോഗികമാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് തീർച്ചയായിട്ടും പ്രായോഗികമല്ല. കാരണം നമ്മൾ കാർബൺ ബഡ്ജറ്റ് 1860 ശേഷം 1.5 ഡിഗ്രി കാർബൺ ബഡ്ജറ്റ് അല്ലെങ്കിൽ പിടിച്ചു നിർത്തണമെങ്കിൽ കാർബൺ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാവുന്ന കാർബണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000 ജിഗാട്ടൺ കാർബൺ ഇക്വലൻ്റ് ആണ്. അതിൽ 2600 ജിഗാട്ടൺ കാർബൺ ഓൾറെഡി തന്നെ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് പുറന്തള്ളാൻ കഴിയുന്നത് കേവലം 300 അല്ലെ 400 ജിഗാട്ടൺ കാർബൺ മാത്രമാണ്. അത് ഇപ്പോഴത്തെ ഒരു എമിഷൻ റേറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എവരി ഇയർ ഒരു 45 ജിഗാട്ടൺ കാർബൺ നമ്മൾ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു 7-8 വർഷം കൊണ്ട് ഈ 1.5 ഡിഗ്രി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ മറികടക്കാനാണ് സാധ്യത. അപ്പം അതിനുള്ള ഒരു സ്കോപ്പ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് അവിടെയാണ് ഈ പറഞ്ഞ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. അമേരിക്ക പോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ, അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ എമിഷൻ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ 2600 ജിഗാട്ടൺ
കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തിയതിൽ 400 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡും എമിറ്റ് ചെയ്തിരിക്കുന്നത് USA, അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ കൺട്രിയാണ്. അത് ഏകദേശം ഗ്ലോബൽ എമിഷൻ്റെ ഒരു 25% വരും. അപ്പോൾ അവരുടെ ഫോസിൽ ഡ്രിവൺ ആയിട്ടുള്ള വലിയ തോതിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമാണത് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങളാണ് മുമ്പേ സൂചിച്ച പോലെ ഇന്ത്യ പോലുള്ള ഗ്ലോബൽ സൗത്തിൽ വരുന്ന ആഫ്രിക്ക, ഇന്ത്യ, സൗത്ത് ഏഷ്യൻ കൺട്രീസ്, പസഫിക്കിലെ ഐലൻഡ് നേഷൻസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ഹിസ്റ്റോറിക്കൽ എമിഷൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിലൊരു ഘടകമായിട്ട് IPCC വന്നത്. ഇപ്പം കഴിഞ്ഞ COP27 വന്ന അതായത് ഈജിപ്തിലെ നടന്ന ഷാമൽ ഷെയ്ഖിൽ നടന്ന COP27 ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അതിനുശേഷം 2030 ഇപ്പം ബ്രസീലിലും അതിനു മുമ്പ് നടന്ന ബാക്കു അസർബൈജാനിൽ നടന്ന COP29 അതിനെപ്പറ്റി ഒരു ഘടനയൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് പരിമിതമല്ലെന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ആ ഒരു ലോസ് എന്ന് പറയുന്നത് $1 ട്രില്യൺ ലോസ് നടക്കുമ്പോൾ നമ്മൾ സ്വരൂപിക്കാൻ പോകുന്നത് കേവലം $500 ബില്യൺ ഒക്കെയാണ്. അതുകൊണ്ട് പര്യാപ്തം ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉത്തരവാദിത്വത്തിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ 25% എമിഷൻ നടത്തി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരായി. പക്ഷേ അമേരിക്ക കോൺട്രിബ്യൂട്ട് അത് ഒരു തവണ പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ ട്രംപ് അത് ഈ ഗ്ലോബൽ എന്താ പറയുന്നത് ഗ്ലോബൽ പവർ ഷിഫ്റ്റിംഗ് നടക്കുന്നതിനനുസരിച്ച് ഈ പോളിസിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു നമ്മൾ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 2015 പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് ഒരു തവണ ട്രംപ് പിന്മാറി, പിന്നീട് ബൈഡൻ വന്നപ്പോഴാണ് അത് വീണ്ടും റീ എൻട്രി ചെയ്തത്. അപ്പം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം മുന്നേ ട്രംപിൻ്റെ പുതിയൊരു സൂചനയും കൂടി ഉണ്ടായിരുന്നു. ഇത്തരം ഏകദേശം 67ഓളം ഗ്ലോബൽ പോളിസിയിൽ നിന്ന് തന്നെ അമേരിക്ക പിന്മാറാൻ പോവുകയാണ്. അതിലൊന്നാണ് UNFCCC. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിച്ചു നിർത്താനുള്ള പ്രധാനപ്പെട്ട കൺവെൻഷനായിട്ടുള്ള യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന COP, അതിൽ നിന്നും പിന്മാറുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഇപ്പം ട്രംപ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം UN ഒക്കെ വെറും നോക്കുകുത്തികളായിട്ട് മാറുകയാണ്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പം ഇസ്രായേലും അല്ലെങ്കിൽ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധം, ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം, ഈ രണ്ട് യുദ്ധങ്ങൾ ടുഗദർ കോമ്പൗണ്ടായിട്ട് യൂറോപ്പ് മുഴുവൻ എമിറ്റ് ചെയ്യുന്ന കാർബണേക്കാട്ടിലും 3 മടങ്ങാണ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആർക്കാണ് ഇതിൽ താല്പര്യമെന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ ആ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പിന്മാറ്റം. അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിച്ചു നിർത്തുന്നതിന് മാത്രമല്ല, ഈ അമേരിക്ക ഉൾപ്പെടുന്ന പല ഈ നാസ പോലുള്ള പല സാറ്റലൈറ്റ് ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുമ്പേ സൂചിപ്പിച്ച പോലെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ പ്രവചനങ്ങൾ സാധ്യമാകുന്നത്. അപ്പോൾ ഇവരുടെ പിന്മാറ്റം നമ്മുടെ കാലാവസ്ഥ അനീതിയാണ്. അത് വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ മാത്രമല്ല, ഒരുപക്ഷെ കാലാവസ്ഥാപരമായിട്ടുള്ള ഈ ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പോലും അത് നമുക്ക് വെല്ലുവിളിയായിട്ട് മാറും. ഹാത്ത സർ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കടലിലെ ആവാസ വ്യവസ്ഥയെ കാലാവസ്ഥ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മൾ നീല വിപ്ലവം എന്ന് വേണമെങ്കിൽ വിളിക്കാം, നീല സാമ്പത്തിക വ്യവസ്ഥ, ബ്ലൂ എക്കോണമി, അതായത് കടലിലെ മിനറൽ റിസോഴ്സസും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളെ എങ്ങനെ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്കെല്ലാം കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇന്ത്യ മാറി ചിന്തിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു. ബ്ലൂ എക്കോണമിക്ക് നമ്മൾ ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുന്നു. കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും നമ്മൾ ആഴക്കടൽ മണൽ ഖനനത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ അത്തരം പ്രവർത്തനങ്ങൾ നാം ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ നാം വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കടലിലെ ആവാസ വ്യവസ്ഥ, ഈ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഖനനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ജൈവ വൈവിധ്യം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ഇതിനെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുമോ? ഇതിന് നമുക്കൊരു ഇതിനെ ഒരു എല്ലാം കൂടെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം പറ്റാത്ത രീതിയിൽ നമുക്കിതിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ?
അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പോയിന്റ് ഓഫ് ഡിവൈഡ് ഓൾസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. കാണുന്ന രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ GDP ഗ്രോത്ത് ആണ് രാജ്യങ്ങൾ നേരക്ക് നേരെ ആലോചിക്കുന്ന കാര്യം. അതിൽ ഇന്ത്യയാണ് ഇപ്പോൾ മോസ്റ്റ് ലീഡിങ്. 7.4% ഇന്ത്യ ഗവൺമെൻറ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സൈഡ് എടുത്താൽ ഈ ജസ്റ്റ് 2 days ബാക്ക്, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മൂലമുള്ള ലോസ്, അതിൽ ഇന്ത്യ ഈസ് ലൂസിങ് 0.4% ഓഫ് GDP ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിൽ മാത്രം. അതായത് 1.5 ലക്ഷം കോടി രൂപ പെർ ഇയർ 1.5 ലക്ഷം കോടി രൂപയാണ് പാരിസ്ഥിതി, അതായത് ക്ലൈമറ്റ് ചേഞ്ച് മൂലമുള്ള എക്സ്ട്രീം വെതർ ഇവൻസും മറ്റു ഫ്ലഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റോംസ് ഉണ്ട്, സൈക്ലോൺസ് ഉണ്ട്, മറ്റ് സീസ്മിക് ആക്ടിവിറ്റി ഉണ്ട്. ഇതെല്ലാം മുഖേന ഉണ്ടാകുന്ന ലോസ് നമുക്ക് തന്നെ അറിയാം. 2018 കേരളം എന്ന് വെച്ചാൽ വളരെ ഒരു വെരി സ്മോൾ പ്ലേസ്. ഈ കേരളത്തിലെ 2018 ഫ്ലഡിൽ കോസ്റ്റിംഗ് ആദ്യം വന്നത് 25,000 crores ആണ്. പിന്നെ അത് റിവൈസ് ചെയ്ത് 30,000+ crores മേളിലേക്ക് പോയി. കേരളം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്നത് അതിൻ്റെയൊക്കെ വളരെ വളരെ അധികമാണ്. അപ്പോൾ ഇവിടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷനായിട്ടാണ് ബ്ലൂ എക്കണോമീനെ കാണുന്നത്. GDP ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്മുടെ കടലിലെ റിസോഴ്സസ് ഇതുവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ഡീപ് സീ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് എക്കണോമിക് വേ കൂടി അതിനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇറ്റ് എൻറ്റെയിൽസ് ടെക്നോളജി വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മളുടെ അടുത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ കൂടി കുറേ ടെക് ഇൻറ്റൻസീവായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അത് ചിലപ്പോൾ കൊടുക്കുകയായിരിക്കും. ബട്ട് എന്നാൽ പോലും ഇതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സെർട്ടൻ എമൗണ്ട്, ഒരു സെർട്ടൻ ക്രോഴ്സ്, ഒരു മേ ബി ഒരു 5,000 കോടി ആഡിങ് ടു ദി GDP ആണെങ്കിൽ അതൊരു 4-5 വർഷത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്ലസ് ആയിട്ട് നിൽക്കാം. പക്ഷേ ഓവറോൾ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയറമെൻ്റൽ കോൺസിക്വൻസസുമായിട്ട് നോക്കുമ്പോൾ അത് വളരെ വളരെ തുച്ഛമായിരിക്കും, വളരെ നെഗറ്റീവായിരിക്കും. ഞാൻ ടോട്ടലി അതിൻ്റെ അകത്ത് ഇപ്പം എന്ന് വെച്ചാൽ ബേസിക്കലി മിനറൽസൊക്കെ എല്ലായിടത്തും യൂട്ടിലൈസ്ഡ് ആണ്. മിനറൽസും ഈ പ്രഷ്യസ് മിനറൽസൊക്കെ ലാൻഡ് ബേസ്ഡ് റിസോഴ്സസ് എന്നുള്ളത് മിക്കവാറുമൊക്കെ തീർന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ആക്ച്വലി ഓൺ ദി ഹണ്ട് ഫോർ ന്യൂ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് ബാറ്ററി ഉണ്ടാക്കാനാണെങ്കിലും EV ഉണ്ടാക്കാനാണെങ്കിലും സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനാണെങ്കിലും പല സാധനങ്ങൾക്കും നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് മിനറൽസ് വേണം. ഇന്ത്യ തന്നെ പല സ്ഥലത്തും ലാറ്റിൻ അമേരിക്കയിലെ പല സ്ഥലത്തും അർജൻറ്റീനയിലും ചിലിയിലും ഒക്കെ ഇന്ത്യ പോയിട്ട് വലിയ മൈൻ അക്യൂർ ചെയ്തിട്ടുണ്ട്. ലിത്തിയം എക്സ്പ്ലോർ ചെയ്യാനും മറ്റുള്ള പ്രഷ്യസ് മിനറൽസ് അക്യൂർ ചെയ്യാനായിട്ട്. ഓസ്ട്രേലിയയിൽ പോയിട്ട് അദാനിയുടെ ഒരു കോൾ ഫീൽഡാണ് അവിടെ പുള്ളി അക്യൂർ ചെയ്തിട്ടുള്ളത്. ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ദെയർ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ തീർന്നതുകൊണ്ട് ആ ഒരു പോസിബിൾ ആൾട്ടർനേറ്റീവായിട്ട് അവരെന്തായാലും കാണുന്നത് കടലിനെ തന്നെയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് ഡീപ് സീ മൈനിങ് എന്നുള്ള ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എൻവയറമെൻ്റൽ കോൺസിക്വൻസസ് അതിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ നെഗറ്റീവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഇഫ് യു ഇൻവെസ്റ്റ് in climate resilient technologies or clean technologies, maybe few thousand billions ആയിരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരിക. പക്ഷേ നിങ്ങളുടെ ലോസ് ട്രില്യൻസിലായിരിക്കും. എപ്പോഴും ട്രില്യൻസിലായിരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക 1,000 billions വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താവുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്തിരുന്ന 8 ലക്ഷം വണ്ടിയിൽ 1 ലക്ഷം വണ്ടിയുടെ മേളിൽ EV ആണ്. അതായത് ഒരു 12.5 to 13% ഇലക്ട്രിക് വെഹിക്കിളാണ്. റൂഫ് ടോപ്പ് സോളാറിൽ കേരളം ഓൾമോസ്റ്റ് 3rd സ്റ്റേറ്റ് ആണ്. ഗുജറാത്തും UP കഴിഞ്ഞിട്ടാണ്. പക്ഷേ വി ആർ ഗ്രോയിങ് വെരി ഫാസ്റ്റ്. അതുപോലെ തന്നെ ക്ലീൻ ടെക്നോളജീസിൽ നമ്മൾ വളരെ ഹെഡാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ബീയിങ് എ വെരി ക്രിയേറ്റീവ് സ്പീഷീസ് ഈ ടെക്നോളജികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപ് ഈസ് പുള്ളിങ് ബാക്ക് ഫ്രം മേജർ ട്രീറ്റീസ്. ഹി ഈസ് നോട്ട് വില്ലിങ് ടു പേ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേ ചെയ്യാന്നുള്ളത് ഇമ്മീഡിയറ്റ് ആണ്. നിങ്ങൾ ഇപ്പം 5,000 കോടി ഇടണമെന്ന് വെച്ചാൽ ഇപ്പം 5,000 കോടി ഇടണം.
നിങ്ങൾ കാണാൻ പോകുന്ന ബെനിഫിറ്റ്സ് വിൽ ട്രിക്കിൾ ഡൗൺ 10-15 കൊല്ലത്തിന് ശേഷമായിരിക്കും. ചിലപ്പോൾ അത് 5000 കോടിക്ക് ഒരു 50,000 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ 5000 കോടി ഇപ്പോൾ ഇട്ടാൽ നിങ്ങൾക്ക് 50,000 കോടി കിട്ടുള്ളൂ ഒരു 10 കൊല്ലത്തിന് ശേഷം. ദാറ്റ് വിൽ ബി ഹ്യൂജ് ബെനിഫിറ്റ് ഫോർ എൻ്റയർ ഹ്യൂമാനിറ്റി അക്രോസ് ദി ഗ്ലോബ്. പക്ഷേ ഇവിടെ ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ട്. ഇപ്പോഴാണ് മുടക്കേണ്ടത്. ഇപ്പോൾ മുടക്കാന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് കാശ് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് കാശ് സ്പെൻഡ് ചെയ്യണം. മറ്റേത് വരുമോ വരൂല എന്നുള്ളത് ഇവരാരും ബട്ട് ഇറ്റ് വിൽ കം. അതായത് സയൻസ് വളരെ 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 പ്രിസൈസാണ്. സയൻസ് എപ്പോഴും ടെസ്റ്റബിൾ ആയിട്ടുള്ള റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് സയൻസ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 80s പ്രെഡിക്റ്റ് ചെയ്ത സാധനം നമ്മൾ ആക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ സഫറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇപ്പം നമ്മൾ ചെയ്യണം എന്ന് സയൻസ് പറഞ്ഞാൽ അത് നമ്മൾ ലിസൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ വി വിൽ ബി ദി ബെനിഫിഷ്യറി. അത് ഡെഫിനറ്റായിട്ടും വി വിൽ ബി ബെനിഫിറ്റ്. ഇപ്പം നമ്മൾ പോകും, ദി ഹ്യൂമാനിറ്റി വിൽ കണ്ടിന്യൂ, ഇവിടുത്തെ നെക്സ്റ്റ് ജനറേഷൻ വിൽ കം, ആഫ്റ്റർ ദാറ്റ് അനദർ ജനറേഷൻ വിൽ കം. അപ്പോൾ ഇവർക്കൊക്കെ അവകാശപ്പെട്ടാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ നിന്ന് കടമെടുത്തിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ ജനറേഷൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചർ ജനറേഷൻ്റെ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു പരിധി കൂടുതൽ കടന്നു കയറാനുള്ള യാതൊരു റൈറ്റും ഇല്ല. ഇറ്റ് ബിലോങ്സ് ടു ദം ഓൾസോ. അപ്പോൾ നമ്മൾ ജുഡീഷ്യസ് ആയിരിക്കണം, നമ്മൾ സസ്റ്റൈനബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ പിന്നെയും വരാൻ നമ്മുടെ തലമുറകൾ തന്നെ വരാൻ പോകുന്നത് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലൂ എക്കണോമി പോലെയുള്ള ഒരു സാധനം അത് ഓൺ പ്രൊജക്ഷൻ ഈസ് എ ഹ്യൂജ് റിസോഴ്സ്. ബിക്കോസ് കടൽ അത്ര വാസ്റ്റാണ്. ഭൂമിയിൽ ആക്ച്വലി ഭൂമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്ലാനറ്റ് എർത്ത്, ഇറ്റ് ഈസ് പ്ലാനറ്റ് ഓഷ്യൻ. കര 3-ൽ 1 ഭാഗമുള്ളൂ, 2 ഭാഗം കടലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി പ്ലാനറ്റ് ഓഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്ലാനറ്റ് ഓഷ്യനിലെ റിസോഴ്സസും ഹ്യൂജാണ്. പക്ഷെ നമ്മൾക്ക് തീരദേശത്തുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് കുറേ സാധനങ്ങളുണ്ട്, ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ യൂസ് ചെയ്യുന്നതിൽ കൂടി ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലാർജ് സ്കെയിൽ സസ്പെൻഷൻ ഓഫ് സെഡിമെൻറ്റ്സ്, ലൈറ്റ് കട്ടിങ്, അതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതാകുക, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബെനിഫിഷ്യൽ ആയിരിക്കുമെങ്കിലും ഇൻ ദി ലോങ് റൺ ബ്ലൂ എക്കണോമിയോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീപ് സീ മൈനിങ്ങോ നമ്മളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണകരമാകില്ല. ഇറ്റ് വിൽ ബി അനദർ ഡിസാസ്റ്റർ ലൈക്ക് ഇൻ ദി ഓഷ്യൻ, ലൈക്ക് വാട്ട് വി എക്സ്പീരിയൻസ് ഇൻ ദി ലാൻഡ് നൗ, വിച്ച് വിൽ ബി ഡെഫിനറ്റ്ലി ഡിസാസ്റ്റേഴ്സ്. സോ ദാറ്റ് ഹാസ് ടു ബി ഡൺ. ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഡെഫിനറ്റായിട്ടും അതിന് വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ബേസിക്കലി എക്കണോമി ഈസ് ദി വൺ, ഓർ എക്കണോമിസ്റ്റ് ഓർ കൊമേഴ്സ് ബിസിനസ് ആർ ഓൾവേസ് എബോവ് സയൻസ്. സോ അതുകൊണ്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ അതിലോട്ടൊരു ഡിസിഷൻ കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ബട്ട് വി വിൽ കീപ് ടെല്ലിങ് ദി വേൾഡ് ദാറ്റ് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ശരിക്കും ബാധിക്കുന്നത് അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് എപ്പോഴും ബാധിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പം ഹാത്ത സാറ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ വൈപ്പിൻ പോലെയുള്ള സംഭവങ്ങളിൽ കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായി വരുന്ന ഒരു പ്രദേശങ്ങളിൽ ശരിക്കും അവിടെ ജീവിക്കുന്ന സ്ത്രീകളുടെ എല്ലാം ഒരു മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പഠനം തന്നെ ശരിക്കും നമ്മൾ നടത്തേണ്ടതാണ്. കാരണം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അവരെയെല്ലാം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായവരെ സത്യത്തിൽ ഇതൊന്നും പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ തന്നെ നമ്മൾ അമേരിക്കയുടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വൈരുദ്ധ്യത്തെ ശരിക്കും നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുപോലെ നമ്മുടെ കാലാവസ്ഥ ആഘാതങ്ങൾ ദാരിദ്ര്യവും അതുപോലെ അസമത്വവും സാമൂഹികമായ ഒറ്റപ്പെടലും ശക്തമാക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ നിലവിലുള്ള ആഗോള കാലാവസ്ഥാ ചട്ടക്കൂടുകൾ നമ്മുടെ ഗ്ലോബൽ സൗത്തിനോട് നീതി പാലിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് അതിൽ ലീസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ 50% കാരണക്കാരായിട്ടുള്ള മുതലാളിത്ത രാജ്യങ്ങൾ കൊളുത്തിവിട്ട ഒരു വലിയ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെയാണ് ക്ലൈമറ്റ് ക്രൈസിസ്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നോയ്മിയൊക്കെ പറയുന്ന പോലെ ദിസ് ചേഞ്ചസ് എവറിതിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ക്ലൈമറ്റ് ക്രൈസിസ്, ഇറ്റ് ഈസ് ദ ക്രൈസിസ് ഓഫ് ദി ക്യാപിറ്റലിസം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ഇൻഡിജനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ
ഉപജീവന മാർഗത്തിനും റിസോഴ്സിനായിട്ടും ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള വിഭാഗങ്ങളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മത്സ്യത്തൊഴിലാളി സമൂഹവും ട്രൈബൽസും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പശ്ചിമഘട്ടത്തിലെ കൃഷിക്കാരും. അപ്പോൾ ഇവരെയാണ് അതാണ് അവിടുത്തെ ഒരു ഇന്നിക്വാലിറ്റി, ആ അസമത്വമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുക എത്രത്തോളം കാലം ആ ഒരു ഇന്നിക്വാളിറ്റിയെ, ഇപ്പം തന്നെ ഈ ഒരു റൂമിലിരിക്കുന്ന നമ്മുടെ പാനലിസ്റ്റുകളെ തന്നെ 3 തരത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനം അഫക്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സാറിനെ, നമ്മുടെ കൂട്ടത്തിൽ സാറിനെയാണ് ക്ലൈമറ്റ് റെഫ്യൂജിയാണ് സാറ്. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് എൻ്റെ നാട്. എനിക്ക് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു റിസ്ക്കും ഇല്ല. അപ്പം ഇതാണ് ഇപ്പം ഈ കൂട്ടത്തിൽ പാലയെന്ന് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ 2021 ഈ കുട്ടിക്കൽ കൊക്കയാറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അവിടുത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ കർഷകരെ ബാധിക്കുന്നു. പണ്ട് മൈഗ്രേഷൻ ടുവേഡ്സ് ദി ഹൈലാൻഡ് ആയിരുന്നു, ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ അതിൽ കാലാവസ്ഥയായി കാരണമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കുറേ കോൺഫ്ലിക്റ്റുകളുമുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇത്തരം പ്രശ്നങ്ങൾ കൊളുത്തി വിട്ടവർ അല്ല ഇത് അനുഭവിക്കുന്നതെന്നുള്ളതാണ് അതിലെ ഇന്നിക്വാളിറ്റി. അതുകൊണ്ടാണ് നമുക്ക് തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാലാവസ്ഥ പോളിസികൾ ഡിവൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം കാലാവസ്ഥ അനീതിയെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കാലാവസ്ഥ നീതി ഉറപ്പാക്കുന്ന തുല്യതയിൽ അടിസ്ഥിതമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പോളിസി നമ്മൾ ഡിവൈസ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ലാക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അത് ഗ്ലോബലിയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്കലി ആയിക്കഴിഞ്ഞാലും നമുക്കറിയാം ഈ ഒരു അസമത്വം കൂടി വരത്തേ ഉള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം പുതിയൊരു വെല്ലുവിളി ഒരു ലോക സമൂഹത്തിൽ സൃഷ്ടിക്കുന്നില്ല. ഇപ്പം സമൂഹത്തിൽ ഓൾറെഡി നിലനിൽക്കുന്ന ഇന്നിക്വാലിറ്റീസ് ഉണ്ട്. അത് ജെൻഡർപരമായിട്ടുള്ള മാഡം സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് വിമണിനെയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അതൊരു മാനസികമായിട്ടുള്ള, ഇപ്പം കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ കാലാവസ്ഥാ വ്യതിയാനം ആൾക്കാരുടെ മാനസികാവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ള ഒരു സ്റ്റഡി പോലുമില്ല. അപ്പം ഇത്തരത്തിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാലാവസ്ഥാ വ്യതിയാനം സമുദ്രനിരപ്പ് കൂടുന്നു, മഴ കൂടുന്നു, ഇതൊന്നും എല്ലാവരെയും ഒരേപോലെയല്ല ബാധിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് റിസ്ക് ഈസ് ഡിഫറൻഷിയേറ്റഡ്. അപ്പോൾ ഈ ക്ലൈമറ്റ് റിസ്ക്, കാലാവസ്ഥ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവത്തിൻ്റെ റിസ്ക് ഓരോ കമ്മ്യൂണിറ്റിയെയും ഓരോ ജനവിഭാഗങ്ങളെയും പലതരത്തിലാണ് ആണത് ബാധിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു റിസ്ക് അസസ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും? ആ റിസ്ക്, അതായത് അതിതീവ്ര കാലാവസ്ഥ സംഭവം, പക്ഷേ റിസ്ക് എന്ന് പറയുന്ന എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോഗ്രാഫിക്കൽ റീജിയൻ ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം കൂടുതൽ ആൾക്കാർ ഇതിനോട് എക്സ്പോസ്ഡ് ആകുന്നു. അതോടൊപ്പം തന്നെ വൾണറബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ അമേരിക്കയിലും പണ്ട് 2005 കത്രീന, വിൽമ, റീത്ത, മറിയ, ആൻഡ്രൂസ് എന്ന് പറയുന്ന 7ഓളം സൂപ്പർ സൈക്ലോൺ വന്ന് അടിച്ചിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദേ റിക്കവർ. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ മൂലധനം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു വൾണറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരം സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള വൾണറബിലിറ്റി വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാലാവസ്ഥ പോളിസികളാണ് നമുക്ക് ആവശ്യം. അത് ആഗോളതലത്തിലായാലും ആ ഒരു അനീതി അതൊരു ഗ്ലോബൽ സ്കെയിലിൽ നിലനിൽക്കുന്നുണ്ട് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ലോക്കലി വന്നു കഴിഞ്ഞാലും ഇതിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പല ആൾക്കാരും, കുട്ടനാട്ടിൽ നിന്ന് പോലും പല ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. വൈപ്പിനിൽ നിന്ന് മൈഗ്രേറ്റ് വന്ന് പുത്തംവേലിക്കര സാർ സൂചിപ്പിച്ച പോലെ വെള്ളത്തിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് നമുക്ക് ആവശ്യം. അത് വരാത്തിടത്തോളം കാലം ക്ലൈമറ്റ് ക്രൈസിസ് വിൽ റിമെയിൻ ആസ് എ ക്രൈസിസ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ക്ലൈമറ്റ് ഒരു പുതിയ ക്രൈസിസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. സോഷ്യൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ ക്രൈസിസുകളുണ്ട്. അതിനെ കൂടുതൽ വഷളാക്കും എന്നുള്ളതാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഓഡിയൻസിന് ഈ പാനലിസ്റ്റുകളുമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 1-2 ക്വിക്ക് ക്വസ്റ്റ്യൻസ്. നമസ്കാരം. 3 പേരോടുമായിട്ടുള്ളൊരു ചോദ്യമാണ്. 2004 സുനാമി ആവട്ടെ, 2017 ഓഖി ആവട്ടെ, 18 വന്ന പ്രളയമാവട്ടെ, അതിനുശേഷം വന്ന തുടർ പ്രളയങ്ങളാവട്ടെ, അല്ലെങ്കിൽ 2024 വന്ന ലാൻഡ് സ്ലൈഡ് ആവട്ടെ, കേരളത്തിന് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ പ്രകൃതി തരുന്ന
നൽകുന്ന മുന്നറിയിപ്പുകൾ, നാച്ചുറൽ പ്രീകഴ്സേഴ്സിനെ പറ്റി ഒത്തിരി ലിറ്ററേച്ചേഴ്സ് വരികയൊക്കെ ചെയ്തു. അതായത് കടൽ ഉൾവലിയുക, മത്സ്യങ്ങൾ ചത്തുപോകുക, നോൺ ലീനിയർ ബിഹേവിയർ ഓഫ് അനിമൽസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ ശാസ്ത്ര സമൂഹം ഈ നവശാസ്ത്ര സാങ്കേതിക പരിണാമങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് ഈ യാഥാസ്ഥിതിക വിവരങ്ങൾ സംയോജിപ്പിച്ച് ഗവേഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. രണ്ടാമത്, ഇപ്പം എവിടെ വായിച്ചാലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയും നിർമ്മിത ബുദ്ധിയെ പറ്റിയും ഒക്കെയാണ് കൂടുതലും ആൾക്കാർ പറയാറ്, ശാസ്ത്ര സമൂഹം എഴുതാറ്. അപ്പം നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഡിക്ഷൻസ് വളരെ ക്വിക്കായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളാവട്ടെ അഥവാ കാലാവസ്ഥാ വ്യതിയാനങ്ങളാവട്ടെ, ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും കാലത്ത് പ്രായോഗിക തലത്തിൽ കേരളം സുസജ്ജമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ക്വസ്റ്റ്യനോട് ഉള്ള ഒരു പ്രതികരണം, അതായത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലും കേരളത്തിലും ഈ പറഞ്ഞ പോലെ ദുരന്ത നിവാരണം അത് ആക്ട് അനുസരിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ 2018 പ്രളയത്തിന് ശേഷം സംഭവിച്ച ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പങ്കാളിത്ത ദുരന്ത നിവാരണ നയം. അത് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സമൂഹം തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും. മധ്യ കേരളത്തിൽ മീനച്ചിൽ റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ട് പാലയെന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മീനച്ചിൽ റിവർ റെയിൻ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവർ എല്ലാ ജനങ്ങൾ അതായത് ഈ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, പ്രാദേശിക ജനസമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വം അതിലുണ്ട്. അപ്പം പങ്കാളിത്തമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ജനങ്ങൾ അത് കൂടുതൽ അവയർനെസ് സൃഷ്ടിക്കും. ഈ പറഞ്ഞ മീനച്ചിൽ റിവർ ബേസിനുമായിട്ട് നടക്കുന്നുണ്ട്. വയനാട്ടിലായാൽ ഹ്യൂം സെൻറ്റർ അത്തരം പ്രവർത്തനങ്ങൾ, അതായത് കൃഷിക്കാർ ചേർന്നുകൊണ്ട് മഴയെ ഇളക്കുന്നു, റിവറിൻ്റെ ജലനിരപ്പിളക്കുന്നു. ഇത്തരത്തിൽ ജനകീയമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ലോക്കൽ ലെവലിൽ നമുക്ക് ഈ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങളെ പിടിച്ചു കെട്ടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പുത്തൻ സാങ്കേതിക വിദ്യകൾ, ഫോർ എക്സാമ്പിൾ AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെല്ലാം ഇപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും മറ്റും വൻതോതിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാകാൻ വേണ്ടി ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രവചനങ്ങൾ കൂടുതൽ കൃത്യതയോടുകൂടി പണ്ട് നടക്കുന്നതിനേക്കാളും കൂടുതൽ കൃത്യമാകുന്നതും ആ രീതിയിൽ പോകുന്നുണ്ട്. സാർ, ഇത് ഒരു ക്ലൈമറ്റ് റെഫ്യൂജി ആയിട്ടുള്ള ഹാത്ത സാറിനോട് ഇപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന ഒരാൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാർ, ഈ വൈപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഗ്രീഡി GDP പിറകെ പോയി ഗ്രീൻ GDP നമ്മൾ മറക്കുകയും ഇപ്പം ബ്ലൂ GDP പോവുകയും ചെയ്തു. ബ്ലൂ GDP എന്നല്ല പറയേണ്ടത്, ബ്ലഡ് GDP, ആ വംശം മുഴുവൻ പോകും. സാറേ, ഇതിലെ ഈ ഫസ്റ്റ് ചോദ്യകർത്താവിനോട് അനുബന്ധിച്ച് ചോദിക്കുകയാണ്, ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ ഉരുകി വരുന്നതുകൊണ്ടുള്ള ദോഷം ഡേറ്റ ഹിമാനി കൊണ്ട് തടുക്കാൻ പറ്റുമോ? അതായത് ജനറേറ്റീവ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹിമാനി കൊണ്ട് ഈ പ്രകൃതിയിലെ ഹിമാനിയെ തടുക്കാൻ കഴിയുമോ? അത് ഫസ്റ്റ് ചോദ്യകർത്താവിൻ്റെ കൂടി അനുബന്ധമാണ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുടെ നാച്ചുറൽ ഫോഴ്സിന് മുമ്പിൽ നമ്മളൊന്നുമല്ല. വളരെ റീസെൻ്റായിട്ട് ടെക്സസിൽ ഒരു ചെറിയൊരു ഫ്ലഡ് വന്ന് 300 പേര് വിതിൻ നോ ടൈം ഒരു ക്യാമ്പ് അങ്ങനെ തന്നെ പോയി. അതിൽ പിള്ളേരായിരുന്നു അധികം ഉണ്ടായിരുന്നത്. ചൈനയിലും US-ലും ഓസ്ട്രേലിയ, ഇപ്പോൾ ഓസ്ട്രേലിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കാനഡ, അതെ, പല സ്ഥലങ്ങളും അതെ. ഇവിടെ നമുക്ക് ടെക്നോളജി ഉണ്ടെന്ന് പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഇതിന് അഗൻസ്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ആകെ ചെയ്യാവുന്നത് അവിടുത്തെ ആൾക്കാരെ പെട്ടെന്ന് മാറ്റി പാർപ്പിക്കാം, മറ്റ് റീകൺസ്ട്രക്ഷനെ ഹെൽപ്പ് ചെയ്യാം. അത് ഇൻ ഫ്രണ്ട് ഓഫ് പവർ. നിങ്ങൾ ഡാറ്റാ ബേസ് കൊണ്ട് സാധനങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന കപ്പാസിറ്റി ഉണ്ടാക്കി മുമ്പിൽ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ബട്ട് ഈ പറയുന്ന ഡിസാസ്റ്റർ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇൻ ഫ്രണ്ട് ഓഫ് പവർ ഓഫ് നേച്ചർ വി ആർ ജസ്റ്റ് നത്തിങ്. വി കനോട്ട് ഡു എനിത്തിങ്. സാർ, നമുക്ക് എല്ലാവർക്കും അടിസ്ഥാന ആവശ്യമാണ് വീട് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും. അപ്പോൾ നിലവിലെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റുകളിൽ ഒരെണ്ണമാണ് നിർമ്മാണ മേഖലയിൽ, എസ്പെഷ്യലി പാറക്കോറി പോലെയുള്ള കോറികൾ. ഇവർക്കെല്ലാം ബാലൻസ് ചെയ്യുന്ന ഏതെങ്കിലും പുതിയ ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ മോഡലുണ്ടോ സാർ? അതായത് ഈ കോറികൾ, എസ്പെഷ്യലി കോറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പാറക്കോറികൾ.
ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ റിസോഴ്സ് ഫിനിറ്റാണ്, അത് ലിമിറ്റഡാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ നമുക്കിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ജീവിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ 2000 3000 പണി തന്നിരിക്കും. നമ്മൾക്ക് ഉണ്ടാകാവുന്ന റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ് കൺസംഷൻ എപ്പോഴും നമ്മുടെ ലിമിറ്റിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ആരാ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി റീസൈക്ലബിൾ മെറ്റീരിയൽ വെച്ചിട്ടോ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്കോ ഇല്ലെങ്കിൽ ഒരു ഗ്രീൻ ബിൽഡിങ്ങിലേക്കൊക്കെ നിങ്ങൾ പോകാം. AC കുറയ്ക്കാം, നിങ്ങളുടെ വീട് വെള്ള പെയിൻ്റ് അടിച്ച് വെക്കാം, വീടിന് ചുറ്റും മരങ്ങൾ നട്ടു വളർത്താം, വീട്ടിൽ വരുന്ന വെള്ളം നിങ്ങൾക്ക് പിടിച്ചു വെക്കാം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ റിസോഴ്സ്, ലിമിറ്റഡ് റിസോഴ്സിന് ആണ്, നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യനാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള സ്പീഷീസ്. മനുഷ്യൻ്റെ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്പീഷീസും ഇല്ല. മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ മനുഷ്യൻ, ഈ ഗ്രീഡ് ഫാക്ടർ വിൽ നെവർ സസ്റ്റെയിൻ, ഗ്രീഡ് വിൽ ക്രാഷ് ബൈ ഇറ്റ് സെൽഫ്. അപ്പം നമ്മുടെ ഗ്രീഡ് എന്തിലാണ്? ആ ഗ്രീഡിൻ്റെ സഫറിങ്സ് ആണ് നമ്മൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീഡ് ഫാക്ടറിന് ലിമിറ്റ് ചെയ്ത് എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾക്ക്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാണ്ട് ആൻഡ് നീഡ്. വാണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് ടൊയോട്ടയുടെ ഹയറിൻ്റെ ഹൈക്രോസ് വേണം, എനിക്ക് ഒരു ഫെരാരി വേണം, എനിക്കൊരു റോൾസ് റോയ്സ് വേണം എന്നുള്ളത് ഒരു വാണ്ടാണ്. നീഡ്, എനിക്കൊരു 4 വീലർ വേണം, കംഫർട്ടബിളായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ജസ്റ്റ് മൂവ് ചെയ്യാൻ എനിക്കൊരു വണ്ടി വേണം എന്നുള്ളത് നീഡാണ്. അപ്പോൾ ഈ നീഡും വാണ്ടും കൂടി എന്ന് നമ്മൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ അന്ന് അത് മനസ്സിലാക്കുകയും അതിന് റെസ്പോൺസിബിളായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുകയും നമ്മുടെ കൺസംഷൻ പാറ്റേൺസ് എല്ലാം നമുക്ക് മാറ്റാം. ബിക്കോസ് വി ആർ എ തിങ്കിങ് ആനിമൽ. അപ്പോൾ നമുക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് പോസിബിളാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ബേസ് ചെയ്ത് അവരോരോ സ്ട്രാറ്റജി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പോസിബിളാണ്. മെറ്റീരിയൽസ് ആർ അവൈലബിൾ. വി ആർ ഇൻവെൻറ്റിങ് സോ മെനി തിങ്സ്. താങ്ക് യു. ഈ പാനൽ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളുടെ 2 പാനലിസ്റ്റുകളും സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതിയോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പ്രകൃതിയോട് യുദ്ധം ചെയ്തുകൊണ്ടാകരുത്. പ്രകൃതിയുമായി ഒത്തു തന്നെ പോകാനായിരിക്കണം നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും, മനുഷ്യരെന്ന രീതിയിൽ നമ്മളെപ്പോഴും ഒരു നിരാകരണത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഈ പറയുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ദുരന്തങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ, നേരത്തെ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിക്കുകയുണ്ടായി, മാവേലിക്കരയിലായതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സേഫാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇത്, ഒരു നിരാകരണം. അതായത് ഞാൻ കുറച്ചുകൂടി സേഫാണ്, ഞാൻ ഒരു കടൽ കയറ്റം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ലാൻഡ് സ്ലൈഡ് കൊണ്ടോ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രകൃതി ദുരന്തങ്ങൾ എന്നെ ഒട്ടും തന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ ഈ പറയുന്ന ഒരു ഗ്രീഡിന് ഒരു ലൈൻ വരയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിത്യ ആവശ്യങ്ങളിലേക്ക് നമുക്കൊരു ലിമിറ്റ് കൊണ്ടുവരുന്നതിലേക്ക് നമ്മളെ എപ്പോഴും ഒരു പിന്നോക്കം വലിക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും എന്നെങ്കിലുമൊക്കെ ബാധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ അതിജീവനത്തിലേക്ക് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. ഒരിക്കൽ കൂടി സഹ പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. മാത്രമല്ല ഞങ്ങളുടെ 3 പേരെയും ഇവിടേക്ക് ക്ഷണിച്ച നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ സംഘാടകരോടും സ്പീക്കർ എൻ ഷംസീറിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.